ഹേ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളുടെ ചാനലിലെ പുതിയ ചാനലിലെ ഫസ്റ്റ് വോയിസ് ഓവർ ചെയ്ത ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം പുതിയ ചാനലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട വേറെ ചാനലുണ്ടെന്ന്. ഞങ്ങളുടെ പഴയ ഒരു ചാനലുണ്ടായിരുന്നു, അത് ഡിസേബിളായിപ്പോയി. എന്താണ് കാരണം എന്നൊന്നും അറിയില്ല. മോനും ഞാനും കൂടെ ലൈവ് ചെയ്തപ്പോൾ മോൻ ഒരു 2 സെക്കൻഡ് മോൻ മാത്രം ലൈവിൽ ഒറ്റയ്ക്കായി പോയി. ഞാനൊന്ന് അടുത്തുനിന്ന് മാറി. അങ്ങനെ എന്തോ ഒരു മെയിൽ വന്ന് ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ 3 ആഴ്ച ആയപ്പോഴത്തേക്ക് ചാനൽ പോയി. അങ്ങനെ ആ ഒരു വിഷമത്തിൽ ഇരുന്ന് പിന്നെ എന്തായാലും നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചതല്ലേ, അങ്ങനെ അങ്ങ് വിട്ട് കളയാൻ പറ്റത്തില്ലല്ലോ എന്ന് കരുതി പുതിയൊരു ചാനൽ തുടങ്ങിയതാണ് കേട്ടോ. ഒരു 2 ആഴ്ചയാവത്തേ ഉള്ളൂ ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവരും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളെ. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഉച്ചത്തെ ഊണിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. രാവിലെ എണീറ്റ് രാവിലത്തെ കാപ്പിയുടെയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ്. അപ്പം ഇക്ക ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ദിവസം ഇക്കാണ് മീൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പം മീൻ കൊണ്ടുവന്നപ്പോഴത്തേക്കൊരു 12 മണിയൊക്കെ ആയി. അങ്ങനെ അത് കഴിഞ്ഞാണ് ഇത് ചെയ്യാനായിട്ട് ഇറങ്ങിയത്. അപ്പം പെട്ടെന്ന് ചാളയാണ് കിട്ടിയത്. നല്ല പരിഞ്ഞിലൊക്കെയുള്ള ചാളയായിരുന്നു. അതുകൊണ്ട് വറുക്കാനൊക്കെ കുറേ പരിഞ്ഞിലൊക്കെ എടുത്ത് വെച്ചു. ഞാൻ മീൻ കട്ട് ചെയ്ത് കറിക്കുള്ളത് ആദ്യം തന്നെ അങ്ങ് മാറ്റി കറി വെക്കും, എന്നിട്ടാണ് ബാക്കി നാളത്തേക്കുള്ളത് കട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ ഇരുന്ന് കറിയും അങ്ങ് വേവും. അല്ലാതെ എല്ലാം ഒരുമിച്ച് കട്ട് ചെയ്തൊക്കെ ചെയ്യാൻ നിന്നാൽ താമസിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പെട്ടെന്ന്, അതായത് താമസിച്ച് മീൻ കൊണ്ടുവരുന്ന സമയം ഇങ്ങനെ ചെയ്യാറ്. പെട്ടെന്ന് കറിയുടെ കാര്യം അങ്ങ് നോക്കിയിട്ടാണ് പിന്നെ മീൻ കണ്ടിക്കുന്നത്. നാളത്തേക്കുള്ള മീനൊക്കെ കണ്ടിച്ച് അതെല്ലാം വൃത്തിയാക്കി വെച്ചു. പിന്നെ പാവയ്ക്ക വിഴുക്ക് വരട്ടാന്ന് കരുതി അങ്ങനെ പാവയ്ക്കയൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ മീൻ വറുക്കാനുള്ളതും എല്ലാം എടുത്ത് വെച്ച് അങ്ങനെ മീൻ കണ്ടിക്കലും നാളത്തേക്കുള്ളതും എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മീൻ വറുക്കാനുള്ള അരപ്പെല്ലാം ഇട്ട് അതെല്ലാം അരപ്പ് പുരട്ടി വെച്ച് അപ്പോഴത്തേക്ക് കറി അവിടെ ഇരുന്ന് വെന്ത്. അങ്ങനെ കുറേ ജോലികൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. സമയം ഒരുപാട് താമസിച്ചാണ് ഇപ്പോൾ ഒരു ദിവസം മീൻ കിട്ടുന്നതെങ്കിൽ നമ്മളത് എല്ലാ മീനും കണ്ടിച്ചൊക്കെ എടുത്ത് ഒരു കാര്യം ചെയ്യാൻ നിന്നാൽ ഒത്തിരി ലേറ്റാവും. അപ്പം അന്നേരം കറിക്കുള്ളതൊക്കെ പെട്ടെന്ന് അങ്ങ് കണ്ടിച്ച് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാവധാനം ചെയ്യാമല്ലോ. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് മോനിന്ന് ക്ലാസ്സില്ലായിരുന്നു. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞൊക്കെ നിന്ന് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം 1:30 ആകുമ്പോഴത്തേക്ക് ചോറ് കൊടുക്കണ്ടേ. പിന്നെ നമ്മളെന്താ പുതിയ ചാനൽ തുടങ്ങിയപ്പം വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വ്ളോഗൊന്നും വോയിസ് ഓവർ ചെയ്തൊന്നും ഇട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇപ്പം ഇങ്ങനെ വോയിസ് ഓവർ ചെയ്ത് വ്ളോഗ് ഇടുന്നത്. കാരണം മൈക്കില്ലാത്തത് കാരണം നമ്മൾ ഉച്ചത്തിൽ പറയണ്ടേ. അപ്പം ഞാൻ കരുതി വോയിസ് ഓവർ ചെയ്യാമെന്ന്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കുറച്ച് ജോലിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ചെയ്തപ്പോൾ ഇക്ക വന്ന് ചോദിച്ചതാ ഫുഡൊക്കെ റെഡി ആയോ. ഞാൻ പറഞ്ഞ് ഇപ്പം തരാം എന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞുകൊണ്ട് നിന്ന് പെട്ടെന്ന് അരപ്പൊക്കെ പുരട്ടി. പിന്നെ എന്താണ്, ഇതേപോലെ നമ്മുടെ ചാനൽ പോയത് നമുക്കൊരു 1.15K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയതാണ് കേട്ടോ. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം ചാനൽ ഇതേണൊക്കെ പോയി. അപ്പം നമുക്ക് ഒരുപാട് വിഷമമായി. യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവർക്ക് അറിയാം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പെട്ടെന്ന് അത് നഷ്ടപ്പെട്ടു പോകുമ്പം നമുക്ക് ഒത്തിരി വിഷമം തോന്നും. കാരണം നമ്മളെല്ലാവരും ചാനലൊക്കെ തുടങ്ങുന്നത് വെറുതെ ഒരു സമയം പോകാനല്ലല്ലോ. നമുക്കൊരു അതിൽ നിന്നൊരു ഏണിങ്സ് ഉണ്ടാവാനും അത് മോണിറ്റൈസേഷൻ ആവാനും അങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടല്ലേ എല്ലാവരും ചാനൽ തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ആ ചാനൽ പോയപ്പം 2-3 ദിവസം വലിയ വിഷമമായിരുന്നു. പിന്നെ കരുതി നമ്മളിപ്പോൾ ഓടുമ്പോൾ ഒരിടത്ത് വീണ് പോയാൽ നമ്മൾ അവിടെ തന്നെ കിടക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് എണീറ്റ് ഓടിയല്ലേ പറ്റൂ. അപ്പോൾ എന്തായാലും ആ ശ്രമം അങ്ങനെ വിട്ട് കളയുന്നില്ലെന്ന് വിചാരിച്ച്. കാരണം ഒരുപാട് പേരുണ്ട് നമ്മൾ ചാനലൊക്കെ തുടങ്ങിയപ്പോഴായാലും യൂട്യൂബ് ചാനൽ പൈസയൊക്കെ വരാൻ തുടങ്ങിയോ, ഇത്രയും സബ്സ്ക്രൈബേഴ്സേ ആയോളോ അങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട് കേട്ടോ. 1K ആയപ്പം കേക്കൊക്കെ മുറിച്ചപ്പോൾ അത് കണ്ടിട്ട് അയ്യോ 1K ആയോളോ അതിനാണോ കേക്ക് മുറിച്ചത് അങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാരും ഉണ്ട്. അന്നേരം പിന്നെ ആരാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചോദിച്ചവരുടെ മുന്നിൽ നമ്മൾ ആ ചാനലൊക്കെ പോകുമ്പോൾ അങ്ങനെ വിഷമിച്ചിരുന്നാൽ തോറ്റുപോകത്തില്ലേ. അപ്പം നമ്മൾ വിചാരിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ പഠിച്ചവൻ്റെ കൂട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാം. അങ്ങനെ അങ്ങ് കരുതി രണ്ടും കൽപ്പിച്ചങ്ങ് അടുത്ത ചാനൽ തുടങ്ങി കേട്ടോ.
അപ്പം ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ട് നിന്നതിൻ്റെ ഇടയ്ക്ക് പറയാൻ മറന്നു. അങ്ങനെ പാവയ്ക്ക് പെട്ടെന്ന് വിഴുക്ക് വരട്ടാൻ വേണ്ടി അടുപ്പിലോട്ട് വെച്ചു. പിന്നെ മീൻ വറുക്കാൻ പാനും വെച്ചു. അങ്ങനെ പെട്ടെന്ന് അതങ്ങ് ചെയ്ത് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് അയ്യോ വീഡിയോ എടുക്കുമല്ലേ. ചിലപ്പോഴൊക്കെ അതൊക്കെ അങ്ങ് മറന്നു പോകും കേട്ടോ. നമ്മൾ ഈ ജോലി ചെയ്യുന്നതിൻ്റെ ആ തിരക്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം മോൻ എന്നോട് പറയും ഉമ്മി ഞാൻ വീഡിയോ എടുക്കുക, ഉമ്മ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നാൽ ഞാനെങ്ങനെ എടുക്കുക. അപ്പം ഞാൻ പറയും നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു ഇതിലങ്ങ് ആയിപ്പോവും. അങ്ങനെ പെട്ടെന്ന് മീനൊക്കെ വറുത്ത് പെട്ടെന്ന് ചോറ് കൊടുക്കണ്ടേ ഇക്കാക്ക്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വീട്ടമ്മമാർക്ക് എപ്പോഴും ഇങ്ങനെയാണല്ലോ. നമ്മൾക്ക് ഇന്നാണെങ്കിൽ നല്ല തലവേദനയും പനിയുടെയൊക്കെ ഒരു ലക്ഷണം. അപ്പോൾ അതുകൊണ്ടാണ് മീൻ നാളത്തേക്കും കൂടി അങ്ങ് കട്ട് ചെയ്തൊക്കെ വെച്ചത്. കാരണം നാളെ നമുക്കൊരു പക്ഷെ തീരെ വയ്യെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യാതെ ഫ്രിഡ്ജിൽ വെക്കത്തില്ല. കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ. അങ്ങനെ പനിയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ചെയ്തല്ലേ പറ്റൂ. നമുക്കൊക്കെ എത്ര വയ്യെന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഉമ്മമാരൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും, അവർ ചെയ്ത് തരും, നമുക്ക് കിടക്കാം. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ഒരു സമയമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. കാരണം നമ്മൾ എണീറ്റ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് പറ്റും. മക്കൾക്കും ഇക്കാക്കും ഒക്കെ ആയാലും നമ്മളെല്ലാം ചെയ്ത് കൊടുക്കണ്ടേ. അവർക്ക് വേറെ ആരാ ചെയ്ത് കൊടുക്കാൻ. അപ്പം നമ്മൾ കിടക്കാൻ തോന്നത്തില്ല, നമ്മളങ്ങ് എണീക്കും. നമുക്ക് എത്ര വയ്യായ്ക ഉണ്ടെങ്കിലും നമ്മളതൊന്നും കാണിക്കത്തില്ല. നമ്മളതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവും. അങ്ങനെ മീനൊക്കെ വറുത്തതെല്ലാം ഇട്ട് വെച്ചു. പിന്നെ കുറേ സമയം അടുക്കളയിൽ ഇങ്ങനെ അങ്ങ് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഈ പനിയുടെയൊക്കെ ആയതുകൊണ്ട് ഒരു കാലുവേദനയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കണക്കിലെടുക്കാതെ അങ്ങ് നിന്ന് പെട്ടെന്ന് ഇച്ചിരി തൈര് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതെടുത്ത് അതൊന്ന് ഇച്ചിരി പച്ചമുളകും സവാളയൊക്കെ ഇട്ട് അതൊന്ന് തൈരായിട്ട് കഴിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. മോര് കാച്ചുമ്പോൾ അത്ര ഇഷ്ടമല്ല. അപ്പോൾ അത് തൈരായിട്ട് തന്നെ അങ്ങ് എടുത്ത് പിന്നെ പാവയ്ക്ക് വിഴുക്ക് വരട്ടി. അതിനകത്ത് തേങ്ങയൊക്കെ ഇട്ടാൽ വലിയ കയ്പൊന്നും തോന്നിക്കത്തില്ല. ഇവിടെ പിള്ളേരൊന്നും കഴിക്കത്തില്ല. ഇക്കാണ് കൂടുതലും പാവയ്ക്കൊക്കെ വിഴുക്ക് വരട്ടുന്ന കഴിക്കുന്നത്. പണ്ടൊക്കെ ഞാനും കഴിക്കത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പം കഴിക്കും കേട്ടോ. പണ്ട് ഓരോ വെജിറ്റബിൾസിൻ്റെയൊക്കെ പേര് പണ്ടെന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്തെ കാര്യമാണ് പറയുന്നത്. വെജിറ്റബിൾസിൻ്റെയൊക്കെ ഈ പേരറിയത്തില്ല, ഇതെനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കാറുണ്ട് അവിയലൊക്കെ എടുത്ത്. പക്ഷെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്ക വഴക്ക് പറയുമായിരുന്നു. അങ്ങനെയൊക്കെ അങ്ങ് എല്ലാം കഴിച്ച് ശീലിച്ച്. പണ്ടൊന്നും ജോലിയൊന്നും ചെയ്യാൻ അറിയാത്തതാണ്. ഇപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, നമ്മുടെ ജീവിതം നമ്മളെ മാറ്റിയെടുക്കുന്നതാണേ. നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മളതിലങ്ങ് എക്സ്പേർട്ടായി പോവും. അത് ജീവിതം അങ്ങനെ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല. പിന്നെ നമ്മളങ്ങ് പഠിച്ചെടുക്കുമല്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി എല്ലാം അടുക്കി ഒതുക്കി വെച്ചാലേ നമുക്കൊരു സമാധാനം വരുത്തുള്ളൂ. അല്ലാതെ പോയി കിടന്നാലും കിടത്തേന്നും വരത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ അടുക്കളയിൽ കഴിച്ച പാത്രങ്ങളും എല്ലാം എപ്പോഴും ഞാൻ എടുത്ത അന്നേരം അങ്ങ് കഴുകി വെക്കും. എനിക്കെന്തോ അതങ്ങനെ ഇട്ടേക്കുന്നത് വാഷ് ബേസിനിൽ ഇട്ടേക്കുന്നത് ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ. ഞാൻ അങ്ങനെ ഇടാറില്ല. ഒരു പ്ലേറ്റ് ആയാലും അവിടെ കിടന്ന് അപ്പോഴേ എടുത്തങ്ങ് കഴുകി വെക്കും. അങ്ങനെ എല്ലാം ഒതുക്കി പറക്കിയൊക്കെ വെച്ചു. ഇനിയിപ്പോൾ എന്തുവാ, കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജോലി ഒന്ന് തൂത്തൊക്കെ വാരണം. അത് കഴിഞ്ഞ് കുറച്ച് തുണികളും ഒക്കെ മടക്കി വെക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇച്ചിരി നേരം ഒന്ന് പോയി കിടക്കാൻ. അങ്ങനെ പെട്ടെന്ന് അവിടെയൊക്കെ തൂത്തൊക്കെ ഇറക്കി. പിന്നെ രാവിലെ തുണികളങ്ങ് കഴുകിയായിരുന്നു. രാവിലെ നല്ല വെയിലായിരുന്നു. അങ്ങനെ പിന്നെ രാവിലെ എണീറ്റപ്പോൾ തന്നെ വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്ക് അതും അങ്ങ് കഴുകിക്കോളും. അന്നേരം പിന്നെ പെട്ടെന്ന് അതും അങ്ങായി. അങ്ങനെ എല്ലാം കൊണ്ട് രാവിലെ ഇട്ട് എല്ലാം ഉണങ്ങി കിട്ടി. വൈകിട്ടായപ്പോഴത്തേക്ക് എല്ലാം മടക്കി ഒതുക്കിയൊക്കെ വെച്ചു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം, നമ്മളെ വീട്ടമ്മമാരുടെ ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പോവുമല്ലോ. ജോലി ചെയ്ത് നിന്ന് സമയം പോകുന്നതേ അറിയത്തില്ല. നമുക്ക് പിന്നെ പെട്ടെന്ന് നേരം വെളുക്കുന്നു, വൈകിട്ടാകുന്നു, അങ്ങനെ അങ്ങ് പോവും. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം പിന്നെ എന്താണ്, ഇനിയിപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണേ.
ഇനിയിപ്പം നമുക്ക് ഓരോ പുതിയ പുതിയ വ്ളോഗുമായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം. വീണ്ടും ഞങ്ങൾ ഇനി വ്ളോഗും എല്ലാം ഇടും, ഷോർട്സും എല്ലാം ഇടുകയാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നത് വരേക്കും ലവ് യു ആൻഡ് ബൈ.